നമസ്കാരം, എല്ലാവർക്കും കിസ്സോറയുടെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണത്തിനെ കുറിച്ചുള്ള ഒരു കിസ്സാണ്. ആദ്യത്തെ ചോദ്യം, വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. രണ്ടാമത്തെ ചോദ്യം, ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഉത്തരം മഹാബലി. മൂന്നാമത്തെ ചോദ്യം, ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? ഉത്തരം തൃക്കാക്കര. നാലാമത്തെ ചോദ്യം, തൃക്കാക്കര എന്ന സ്ഥലത്തിന്റെ അർത്ഥം? ഉത്തരം വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം. അഞ്ചാമത്തെ ചോദ്യം, മഹാബലിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം തൃക്കാക്കര. ആറാമത്തെ ചോദ്യം, തൃക്കാക്കരയുടെ പഴയ പേര് എന്താണ്? ഉത്തരം കാൽക്കര നാട്. ഏഴാമത്തെ ചോദ്യം, ഓണാഘോഷത്തിന് ഭാഗമായി വീട്ടുമുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് തൃക്കാക്കരയപ്പനെ തൂശനിലയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ഏത്? ഉത്തരം ഓണം കൊള്ളുക. എട്ടാമത്തെ ചോദ്യം, തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള എന്താണ്? ഉത്തരം മാദേവർ. ഒൻപതാമത്തെ ചോദ്യം, വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? ഉത്തരം പരശുരാമൻ. പത്താമത്തെ ചോദ്യം, രണ്ടാം ചേര സാമ്രാജ്യ കാലത്ത് തൃക്കാക്കരയപ്പനെ വിളിച്ചിരുന്ന പേര്? ഉത്തരം തിരുക്കാൽ കരേൽ പട്ടാരകൻ. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. 12ാമത്തെ ചോദ്യം, ആരൊക്കെ ചേർന്നാണ് അത്തച്ചമയം ഘോഷയാത്ര നടത്തിയിരുന്നത്? ഉത്തരം കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും. 13ാമത്തെ ചോദ്യം, തിരുവോണത്തിന്റെ തലേ ദിവസം ഏതു നാളാണ്? ഉത്തരം ഉത്രാടം. 14ാമത്തെ ചോദ്യം, ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നാളിൽ. 15ാമത്തെ ചോദ്യം, ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയിൽ നടത്തുന്ന ആഘോഷം ഏത്? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്യൂസസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്കോറും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.